ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്സ് നോ കോണ്ടാക്ട് സെപ്പറേഷൻ ഫേസിലുള്ള എല്ലാവർക്കും കാണാവുന്നതാണ്. കാരണം ഇതൊരു ടൈംലെസ് റീഡിങ്സ് ആണ് ചെയ്യുന്നുള്ളത്. നിങ്ങളുടെ ഈ ഒരു മൊമെന്റിലുള്ള സിറ്റുവേഷൻസുമായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവും. ചിലപ്പോൾ പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള സംഭവങ്ങളുമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടാവും. ഓക്കെ, നോക്കാം. പ്ലീസ് ഗൈഡ് മീ ദ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? ഗോഡ്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക നിങ്ങളൊക്കെ ഒന്നുകൂടെ കേട്ടോ. എനിക്ക് എന്തോ ഒരു എനർജി പ്രോപ്പറായിട്ട് വരുന്നില്ല. മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. പിന്നെ 4 ഓഫ് പെന്റാക്കിൾസ് വന്നിട്ടുണ്ട്. ഞാൻ 3-4 കാർഡ്സ് എടുത്തതിന് ശേഷം പറയാം എന്താണ് എക്സാക്ട് എനർജീസ് എന്നുള്ളത്. 9 ഓഫ് വാൻഡ്സ്, ലൈക്ക് ചെയ്യുക നിങ്ങളുടെ റീഡിങ്സ് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എനർജീസ് നമ്മളുടെ ചാനലിൽ ഡെയിലി നമ്മുടെ ചാനൽസ് കാണുന്ന ആളുകളുണ്ട്. അവരുടെ എനർജീസ് ആയിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങളുടെ എനർജീസ് റീഡിങ്സ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ടവർ, ഈ ഒരു ടവർ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ടവർ റിവേഴ്സ്, ഹൈ പ്രീസ്റ്റസ്. സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ ആക്റ്റീവ് ആണ്. ദെൻ പൈസസ് എനർജി, വാട്ടർ സൈൻ. പിന്നെ സജിറ്റേറിയസ് എനർജീസ് ആക്റ്റീവ് ആണ്. ഫയർ സൈൻ ടോട്ടലി ആക്റ്റീവ് ആണ്. അതില് ഏരീസ്, ലിയോ, സജിറ്റേറിയസ്. പ്ലീസ് ഗൈഡ് മീ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് Ace of Swords. Temperance, Ace of Wands, Nine of Cups, Two of Cups. Two of Cups ആണ് വന്നിട്ടുള്ളത് ബോട്ടം ഓഫ് ദി ഡെക്കിൽ. 10 of Swords, ഓക്കെ. സോ ഓക്കെ, നമുക്ക് നോക്കാം കാർഡ്സിൽ എന്താണ് എനർജീസ് വരുന്നുള്ളതെന്ന്. ഇവിടെ ഈ ഒരു എനർജീസിൽ പ്രസന്റ്ലി എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുണ്ട് ഒത്തിരി അധികം നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുണ്ട്. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സ് ഗൈഡ് ചെയ്യുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സിന് ഗൈഡൻസ് കിട്ടുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നടക്കുന്ന കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, അല്ലാതെ നിങ്ങൾക്ക് ഓവറോൾ എനർജീസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ ചിലരോടൊക്കെ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഈ കാര്യം നടക്കും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഈ ഒരു കാര്യം നടക്കും, അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനം, ഫൈനൽ ആയിട്ടുള്ള ഡിസിഷൻ വരുന്നത് ഇതായിരിക്കും എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നുണ്ടാവും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രൗൺ ചക്ര വളരെയധികം ആക്റ്റീവ് ആയിരിക്കാം. ക്രൗൺ ചക്ര എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ക്രൗൺ ചക്ര അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരാൾ വരുമ്പോഴാണ് സ്പിരിച്വാലിറ്റിയാണ് ക്രൗൺ ചക്ര കാണിക്കുന്നുള്ളത്. അപ്പം ആ ഒരു ക്രൗൺ ചക്ര ആക്റ്റീവ് ആയിട്ടുള്ള എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അഗെയിൻ ക്രൗൺ ചക്ര മീൻസ് എന്താണ്? ക്ലാരിറ്റിയാണ്.
അപ്പം ക്ലാരിറ്റി എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഇല്ല, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തന്നിട്ടില്ല. അതൊരു റീസൺ ആണ്, അതൊരു മെയിൻ കാര്യമാണ്. നമുക്കതിവിടെ നിങ്ങൾ ക്ലാരിറ്റി ആണ് ഈ ഒരു റിലേഷനിൽ ആഗ്രഹിക്കുന്ന കാര്യവും ഏറ്റവും കൂടുതൽ. പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈലന്റ് ആണ് ടോട്ടലി. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണും സൈലന്റ് ആണ്. അവര് ടോട്ടലി അവർക്കുള്ള ഫീലിങ്സ് എന്താണ്, ഇമോഷൻസ് എന്താണ് ഉള്ള ഒരു കാര്യങ്ങളും അവർ നിങ്ങളോട് കാണിക്കുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയിലായിരിക്കുന്നുള്ളത്. നിങ്ങളും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഇവിടെ ഇരിക്കുന്നുള്ളത്. രണ്ടുപേരുടെയും എനർജീസ് ഏറെക്കുറെയൊക്കെ സെയിം ആയിട്ടാണ് എനിക്ക് ഇവിടെ ഒരു റീഡിങ്ങിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കതാ ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ അടിപൊളിയാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ ആ ഒരു കാര്യം ശരിയാണ്. ഇതിലും വലിയൊരു ഗൈഡൻസ് തരാനായിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഈ ഒരു ടൈമിലുള്ളത് ആ ഒരു കാര്യം ശരിയാണ്. അതാണ് ഇനി ഇൻ ഫ്യൂച്ചറിലേക്ക് മാനിഫെസ്റ്റ് ആവാൻ പോകുന്നുള്ളത്. ഓക്കെ, ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇവിടെ ഒരു ഈക്വൽ ഗിവനിലേക്ക് നിങ്ങളുടെ ഒരു കണക്ഷനിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്ക് ഒരു ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഒരു ഇമോഷൻസ് ഉണ്ട്, ഒരു ഫീലിങ്സ് ഉണ്ട്. ഇവരുടെ മൈൻഡിൽ ഒത്തിരി അധികം തോട്ട്സുകളുണ്ട്, കാര്യങ്ങളുണ്ട്. ഇവരുടെ ഈ ഒരു ടൈമിലുള്ള എനർജീസ്, ഞാൻ ടവർ വന്നു എന്ന് പറഞ്ഞു, ടവർ റിവേഴ്സ് വന്നു എന്ന് പറഞ്ഞു. ടവർ റിവേഴ്സ് വരുന്ന ആ ഒരു എനർജിയെ കാണിക്കുന്നത് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനാണ്. ഒരു വ്യക്തിയിൽ ഒത്തിരി അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നുള്ളത്. ഒരുപക്ഷെ ഇതുവരെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തന്നിട്ടില്ല, നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി തന്നിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്താണോ ആ ഒരു എനർജി ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്, ഷിഫ്റ്റ് ആയിട്ടുണ്ട് അവരുടെ എനർജീസ്. അതായത് ഈ ഒരു ടൈമിൽ അവർ വളരെ ഇമോഷണൽ ആയിട്ടാണ് ഈ ഒരു കണക്ഷനെ കുറിച്ച് ചിന്തിക്കുന്നത്. അവർക്കൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് നിങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു കണക്ഷൻ ഒരു വിഷ് ഫുൾഫിൽമെന്റിന്റെ എനർജിയാണ്. അവർ ഇങ്ങനെയാണ് ഈ ഒരു കണക്ഷനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുള്ളത്. ഓക്കെ ഫൈൻ, അവർക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. എന്തൊക്കെ ഉണ്ടെങ്കിലും അവർ ഈ ഒരു കണക്ഷനെ വിട്ട് കളയാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല ഈ ഒരു ടൈമിലുള്ളത്. ഇവരുടെ മൈൻഡിൽ നിങ്ങളോടൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു സോൾമേറ്റ് വൈബ്, ആ ഒരു സ്നേഹം, ഇഷ്ടം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അത് വീണ്ടും ഈ ഒരു കണക്ഷനിലേക്ക് ആ ഒരു സ്പാർക്ക് വരുന്നുണ്ടെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഇവരൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വെളിയിൽ നോക്കുമ്പോഴേക്കും അത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. എക്സാക്ട് ഇവരുടെ മനസ്സിൽ എന്താണ്, ഈ ഒരു വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഇവിടെ ഒരു 9 ഓഫ് കപ്സിന്റെ എനർജി കിട്ടിയിരിക്കുന്നത് ഇവർക്ക് നിങ്ങളുള്ള ഈ ഒരു സെപ്പറേഷൻ ഫേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസ് ഈ ഒരു വ്യക്തിക്ക് സഹിക്കാവുന്നതിലും അധികമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഈ ഒരു ലൈഫില് ഈ ഒരു ടൈമില് ഇയാൾ എന്താണോ വെളിയിൽ കാണിക്കുന്നത്, മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നത്, എക്സാക്ട്ലി അങ്ങനെയല്ല ഇയാളുടെ ലൈഫിലുള്ളത്, ഇയാളുടെ മൈൻഡിലുള്ളത്. അപ്പൊ നിങ്ങളോടാണെങ്കിലും കാണിക്കുന്ന ആ ഒരു എനർജി ശരിക്കും അവരുടെ മനസ്സിലുള്ള ഒരു ശരിക്കുള്ള ഒരു എനർജി അല്ല. ഇവർ കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി കാണിക്കുന്നുള്ളത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഫൈനാണ്, ഞാൻ സന്തോഷവാനാണ്, സന്തോഷവതിയാണെന്നൊക്കെ ആയിരിക്കും ഇവർ കാണിക്കുന്നത്. ശരിക്കും ഒരു സന്തോഷവാനും അല്ല, സന്തോഷവതിയും അല്ല, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നൊക്കെ ആയിരിക്കും കാണിക്കുന്നുള്ളത്, ഇൻട്രസ്റ്റഡ് അല്ല എന്നൊക്കെ ആയിരിക്കും കാണിക്കുന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എനർജിയാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിലുള്ളത്. നല്ല രീതിക്ക് എനിക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു റീഡിംഗ്. ഇവർക്ക് നല്ല രീതിക്ക് സ്ട്രെസ് ഉണ്ട് നിങ്ങളുടെ ഈ ഒരു പേഴ്സണ്. ഈ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഈ ഒരു മൂൺ കാർഡൊക്കെ വളരെ നെഗറ്റീവ് എനർജീസ് ആണ് കാണിക്കുന്നുള്ളത്. അപ്പം നമ്മളധികം റീഡിംഗ് നീട്ടിക്കൊണ്ട് പോകത്തില്ല. അത് കഴിഞ്ഞ് പേഴ്സണേജ് റീഡിങ്സ് ഉണ്ട്. ഇവിടെ കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് അവിടെ ചെന്നൊന്നും പറയാനുണ്ടാവില്ല. സോ അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ നിങ്ങളിപ്പം ആയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ്, ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ഒരു എനർജീസ് വരും. ഇവിടെ ഓവറോൾ എനർജി ഒരു ടവർ മൂവ്മെന്റ് ആണ്. പക്ഷെ എല്ലാം വേണ്ടത് എന്താണ്, നിങ്ങൾക്ക് ക്ഷമയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്, പേഷ്യൻസ് വേണം. ഇവിടെ ഒരു ബാലൻസ് വരും, ഉറപ്പായിട്ടും ഇവിടെ ഒരു ബാലൻസ് വരും. ഈ ഒരു ബാലൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു മൊമെന്റിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ബാലൻസ് വേണം എന്ന് ഈ ഒരു വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ആ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ന്യൂസ് ആണ്. ഇവിടെ ഒരു ബാലൻസ് വരാൻ പോകുന്നു. ഇവർക്ക് നിങ്ങളുടെ ഓർത്ത് മനസ്സിലാവുന്നു, റിയലൈസേഷൻസ് ഉണ്ടാവുന്നു, അവേക്കനിങ് ഉണ്ടാവുന്നു. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഇവിടെ തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലെ ലാസ്റ്റ് ഫേസിലാവാം ചിലതൊക്കെ, എല്ലാവരും അല്ല. കാരണം ഇതൊരു ഡി എം അവേക്കനിങ് ആയിരിക്കാം, അല്ലെ ഒരു അവേക്കനിങ് ഫേസിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ഡി എം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ടവർ എപ്പോഴും അവേക്കനിങ്ങിനെയാണ് കാണിക്കുന്നത്. അതൊന്നും ഒരു അവേക്കനിങ് പ്രോസസ്, പേഴ്സണൽ
ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ചേഞ്ചസ്, സഡൻ ചേഞ്ചസ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു എനർജിന്ന് ടോട്ടലി നിങ്ങളുടെ കണക്ഷനും നിങ്ങളുടെ വ്യക്തിയും ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വിത്ത് ക്ലാരിറ്റി. എന്ത് ക്ലാരിറ്റി ആണോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിച്ചത്, ആ ഒരു ക്ലാരിറ്റിയോട് കൂടി റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻസ് എന്തോ ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷൻസും ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഇടയിൽ. എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസ്, ആ ഒരു എനർജി ഷിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ഈ റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾക്ക് ഒത്തിരിയധികം ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാവാം. സെയിം എക്സ്പീരിയൻസിലൂടെയാണ് ഇപ്പൊ നിങ്ങളുടെ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രോമ ഫേസിലൂടെ അവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോ എന്ത് ചെയ്യുന്നു, എന്ത് സിറ്റുവേഷൻസിലാണെങ്കിലും ഇവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജോബ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ ഇവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട്. സോ ഇവർക്ക് നിങ്ങളുടെ തോട്ട്സുകൾ ഒത്തിരിയധികം ഇവരുടെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈം ഫുള്ള് നിങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് ചിന്തിച്ചിട്ടുള്ളത്, നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷനെ പറ്റിയിട്ടാണ് ഇവർ ചിന്തിക്കുന്നത്. ഇതൊരു പെർമനന്റ് റീകൺസിലേഷൻ ആണ്, അല്ലെങ്കിൽ പെർമനന്റ് റീയൂണിയൻ ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ഒരു സഡൻ ടവർ മൂവ്മെന്റ്, ഒരു ട്രാൻസ്ഫോർമേഷൻസ്, ഇവിടെ ഒരു ടെമ്പറൻസ്, ഒരു ബാലൻസ് ഈ ഒരു കണക്ഷനിൽ ഉണ്ടാകാൻ പോവാണ് അധികം വൈകാതെ. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.